മക്കളെ എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് +1 കൊമേഴ്സ് എടുത്ത് വന്നിരിക്കുന്നവരല്ലേ? അപ്പൊ നമ്മൾ 10ാം ക്ലാസ് വരെ കണ്ട കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഇവിടെ വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതെന്താണ്, മണി റിലേറ്റഡ് ആയിട്ടുള്ള, എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഇവിടെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഐഡിയ ഉണ്ടാവും നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ കൊമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് നിങ്ങൾ ചൂസ് ചെയ്തു, ഇവിടെ എന്തൊക്കെ സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ? ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? അക്കൗണ്ടൻസി ഉണ്ട്, ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്തുണ്ട്, ഓപ്ഷണൽ സബ്ജക്റ്റ് ഉണ്ട് അല്ലേ? ഏതൊക്കെ ഓപ്ഷണൽ സബ്ജക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മാത്സ്, അങ്ങനെ നമുക്ക് പല സബ്ജക്ട്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതൊക്കെ എന്താ ഓരോരോ സ്കൂളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സ്കൂളുകളിൽ നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാത്രമായിരിക്കും കിട്ടുക, ചിലയിടത്ത് മാത്സ് മാത്രമായിരിക്കും കിട്ടുക, ചിലയിടത്ത് രണ്ടും ഉണ്ടാവും. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം, അങ്ങനെയാവും ഉണ്ടാവുക അല്ലേ? ഓക്കെ, അപ്പം ഇനി മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പം നമ്മൾ +1 എന്താണ്, കൊമേഴ്സ് എടുത്തു. കൊമേഴ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചൂസ് ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ മക്കളെ, മിസ് ആദ്യം പറഞ്ഞു കൊമേഴ്സ് എന്ന് പറയുമ്പോൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള, എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. ഇവിടെ എന്തിനാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ? എന്തിനാണ് നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സിൽ പഠിക്കുക? നിങ്ങൾ ആദ്യം സബ്ജക്റ്റുകളുടെ പേരൊക്കെ കേട്ടപ്പം ഇങ്ങനൊരു കാര്യം ചിന്തിച്ചായിരുന്നോ? ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ദാണ്ടെ ഇതിനുള്ള ആൻസർ ഇത്രയേ ഉള്ളൂ മക്കളെ. നമ്മളൊരു കോമ്പറ്റിറ്റീവ് വേൾഡിലാണ് ജീവിക്കുന്നത് അല്ലേ? നിങ്ങൾ ഇനി മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് എന്താണ്, നിങ്ങൾ പല പല മേഖലകളിൽ എത്തിപ്പെടേണ്ടവരാ. നമ്മുടെ കരിയറിൽ നമ്മൾ പല പല മേഖലകളിലാകേണ്ടവരാ അല്ലേ? ചിലർ കോർപ്പറേറ്റുകളിൽ പോവാം, അല്ലെങ്കിൽ മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഗെയിം ഡെവലപ്മെൻറ്റ് ആവാം, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആവാം, അങ്ങനെയുള്ള പല പല മേഖലകളിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. നിങ്ങൾ ഏത് ഫീൽഡിലേക്ക് പോയാലും ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് നമുക്കൊരു നോളജ് ഉണ്ടാവണം അല്ലേ? അപ്പൊ അങ്ങനെ കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്തിരിക്കുന്നത്? കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങളുടെ സിലബസിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവരുത്, എന്തിനാണ് ഞാൻ ഈ സബ്ജക്റ്റ് പഠിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് നമുക്കിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്താണെന്നും എന്തിനാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാം. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമുക്ക് മൊത്തം 10 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, ഇനി നമ്മൾ 10ാം ക്ലാസ് വരെ IT ഒക്കെ പഠിച്ചിട്ടല്ലേ വന്നേ? അപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും അയ്യോ അതിൻ്റെ ബാക്കിയായിരിക്കും, അതുപോലൊക്കെ ആയിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ ഒരു കാര്യമല്ല നമ്മൾ ഇവിടെ പഠിക്കുക. അതിൽ നിന്ന് കുറച്ചും കൂടെ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് കുറേം കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് പ്രോഗ്രാമിംഗ് ഉണ്ട്, കോഡ്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് വരും. ഓക്കെ, അപ്പം നമ്മുടെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ +2 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഈസിയാണ്, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മൊത്തം 10 ചാപ്റ്റേഴ്സ് ആണ് +1 നമുക്കുള്ളത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത് നമുക്കിപ്പോൾ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കിക്കേ, 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരിക. അപ്പം നമ്മൾ എന്താണ് ഒരു കമ്പ്യൂട്ടർ, എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഇച്ചിരി വലുപ്പമുള്ളൊരു ചാപ്റ്ററാണ് ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്, പക്ഷേ ഭയങ്കര എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലെ കമ്പോണൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതും കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ഒരു ചാപ്റ്ററാണ് വരുന്നത്. അപ്പം ഈ ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ അടങ്ങുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ടൈമിനെ കുറിച്ച് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ? ഫസ്റ്റ് ടൈമിൽ നമുക്ക് മൊത്തം 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 2 ചാപ്റ്റേഴ്സും കുറച്ച് ലെന്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്, പക്ഷേ എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ മക്കളെ, ഇനി
അപ്പം നമ്മുടെ ഫസ്റ്റ് ടൈം ഇവിടം കൊണ്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ സെക്കൻഡ് ടൈമിലേക്ക് വരുമ്പോഴത്തേക്കും സെക്കൻഡ് ടൈമിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ 5 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് വെറുതെ ദൈവമേ 5 ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിച്ച് തീർക്കാനാ, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഈ 5 ചാപ്റ്റേഴ്സും എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. നമ്മൾ പറഞ്ഞു നമുക്ക് പ്രോഗ്രാംസ് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പം ആ പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഈ ഒരു സെക്കൻഡ് ടൈം ഫുള്ള് നമുക്കൊരു കണ്ടിന്യൂവേഷൻ പോലെ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ ചാപ്റ്റേഴ്സും വരുന്നത്. അതും വളരെ എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ചില വേർഡ്സ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും ഇതൊക്കെ എന്താവും, ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മളത് മനസ്സിലാക്കി വരുമ്പോൾ എന്താ, ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്കത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ പ്രോഗ്രാമിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേ വേണ്ട, എളുപ്പമാണ് നമുക്ക് പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വരുന്നത് എന്താണ്? ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++. C++ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ സ്റ്റേറ്റ് സിലബസുകാരല്ലേ. അപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് സിലബസിന് പഠിക്കാനായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് C++ ആണ്. അപ്പോൾ C++നെ കുറിച്ചിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++ എന്ന് പറയുന്ന നമ്മുടെ 4th ചാപ്റ്ററിൽ നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് വരുന്നത് ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഇതെല്ലാം നമ്മുടെ 4th ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾ അങ്ങ് കണക്ട് ചെയ്താൽ മതി. അപ്പം ബാക്കിയൊക്കെ നമുക്ക് പഠിക്കുന്ന ടൈമിൽ കിട്ടും. പിന്നെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്, എങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ തരുന്ന ഒരു പാർട്ട് വരുന്നുണ്ട്. ദെൻ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത്രയും അടങ്ങുന്നതാണ് നമ്മുടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ എന്താവും, നമ്മുടെ സെക്കൻഡ് ടേമും കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് എന്താണ്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇന്റർനെറ്റ്, IT ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ 3 ചാപ്റ്ററാണ് നമ്മുടെ തേർഡ് ടൈമിലേക്ക് വരിക. ഇതും വളരെ എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഒരു +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും നമുക്ക് തിയറി കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക. നമ്മൾ +2ലേക്ക് ചെന്ന് കഴിയുമ്പോഴാവും നമുക്കവിടെ പ്രാക്ടിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അവിടെയാണ് നമ്മൾ പ്രോഗ്രാമിങ്സ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ പഠിക്കുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ നമുക്ക് എന്താ, കൂടുതലും നമുക്ക് കുറേയധികം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ ഇപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളൊരു ഡൗട്ട് എന്താ, ഇതൊക്കെ എങ്ങനെ പഠിക്കും? ഇപ്പോൾ ഫസ്റ്റ് ടൈമിലാണെങ്കിൽ തന്നെ മിസ്സ് പറഞ്ഞു 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 2 ചാപ്റ്റേഴ്സ് ആണെങ്കിലും അത്യാവശ്യം ലെന്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെ ലെന്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആകുമ്പം എന്താ, നമുക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ടാവും, ഇതെങ്ങനെ ഞാൻ പഠിച്ച് തീർക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ബോധേഡ് ആവണ്ട. അതിനൊക്കെ നമുക്ക് എന്തുണ്ട്, ഒരു സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ആ സൊല്യൂഷൻ? അപ്പം അതിനുള്ള സൊല്യൂഷനാണ് I നിങ്ങൾ +1 കൊമേഴ്സുകാർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വേദ ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് പ്ലസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേദ ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് കാണാനായിട്ട് പറ്റും? നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് അവെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്താണ് നിങ്ങൾക്ക് വേദ ബാച്ചിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ചും കൂടെ മിസ് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം. ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടുക റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. റെക്കോർഡഡ് ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് പറഞ്ഞു അത് കുറച്ച് വലിയ ചാപ്റ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്ററൊക്കെ നമ്മൾ എങ്ങനെ ഒറ്റയടിക്ക് കണ്ടിരുന്ന് തീർത്ത് പഠിക്കുക? അപ്പോൾ അതിനൊക്കെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെല്ലാം ഈ ഒരു ചാപ്റ്ററിനെ തന്നെ പല പാർട്സ് ആക്കും. ഇനി അതിനകത്തെ ഓരോ പാർട്ടിലും നമ്മൾ എന്ത് ചെയ്യും, ഇത്ര വീഡിയോസ് ആഡ് ചെയ്തിട്ട് ആ ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം പ്രൊവൈഡ് ചെയ്യുക. അപ്പം ഈ വീഡിയോസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. ഷോർട്ട് വീഡിയോസ് എന്ന് പറയുമ്പം മാക്സിമം 15 തൊട്ട് 20 മിനിറ്റ് വരെ ലെന്ത് വരുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ബാച്ചിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് കിട്ടുക. അപ്പോൾ അതാണ് നമ്മൾ റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുക. അപ്പം നമ്മൾ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ, അതിൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോസിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിങ്ങനെ ഓരോരോ സെറ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയുള്ള കുറേ അധികം വീഡിയോസ് ഒരുമിച്ചായിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പം നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ ഇഷ്ടം പോലെ
നിങ്ങൾക്ക് അത് പോയിരുന്ന് കാണാം. നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് എല്ലാ വീഡിയോസും ഒന്നും ഒറ്റയടിക്ക് ഇരുന്ന് കണ്ടു തീർക്കാനൊന്നും പറ്റത്തില്ല അല്ലേ? അപ്പോൾ നമ്മുടെ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളായിട്ട് തിരിച്ചിട്ട് ആ ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് 15 തൊട്ട് 20 മിനിറ്റ് വരെ മാത്രം വരുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ടാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് അവൈൽ ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സിലൂടെ നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് വരുന്നത് ലൈവ് ക്ലാസ്സസ് ആണ്. ലൈവ് ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റിവിഷൻ ചെയ്യുന്നത് പോലെ ഒരു ലൈവ് ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ആ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ലൈവ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പിന്നീട് ആ ഒരു ലൈവ് നമുക്ക് കാണണം എന്ന് വിചാരിച്ചോ. ഇപ്പം നമ്മൾ ചിലപ്പം എവിടെയും എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു തിരക്കായിട്ട് നമുക്ക് ആ ഒരു ടൈമിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഒരു ആപ്പിൽ നമുക്ക് ലൈവ് ക്ലാസ് റെക്കോർഡിങ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലൈവ് ക്ലാസ്സിൻ്റെ നമ്മൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ലൈവ് ക്ലാസ് റെക്കോർഡഡ് ആയിട്ട് അവിടെ ആ ഒരു പോർഷനിൽ വന്ന് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് അതെടുത്ത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ലൈവ് മൊത്തം നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ എപ്പോഴും എന്താണ്, നമ്മൾ ലൈവിൽ കറക്റ്റായിട്ട് കയറുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് എന്ത് കിട്ടും? ഡൗട്ട് ക്ലിയറൻസ് നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, നിങ്ങൾ ആ റെക്കോർഡഡ് വീഡിയോസ് കണ്ടതിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ലൈവ് ക്ലാസ്സിൽ വന്നിട്ട് നിങ്ങൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ മിസ് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ടെസ്റ്റുകളാണ്. അപ്പം നമുക്ക് ഓരോ സബ്ജക്റ്റ് വൈസിലും നമുക്ക് എന്തുണ്ടാവും? ഓരോരോ ഓൺലൈൻ ടെസ്റ്റുകൾ ഉണ്ടാവും. അത് MCQ ഫോമിലായിരിക്കും നമ്മൾ നടത്തുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, നിങ്ങൾ എന്തോരം കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ക്ലാസ്സിലും നമ്മൾ എടുക്കുന്ന നോട്ട്സ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സിന് ശേഷവും അവിടെ ഒരു ഫോൾഡർ ഉണ്ടാവും. ആ ഫോൾഡറിൽ നിങ്ങൾ ചെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്ലാസ്സിൻ്റെയും നോട്ട്സ് അതിനുശേഷം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വേദ ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എങ്ങനെ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾ ആദ്യം വേദ ബാച്ചിൽ ജോയിൻ ചെയ്യുക. വേദ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പം നിങ്ങളെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഓരോ ദിവസവും ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ എത്ര വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇത്ര വീഡിയോസ്, ഇപ്പം ഫസ്റ്റ് പാർട്ടിൽ ഇത്ര വീഡിയോസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എവിടെ കിട്ടും? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ആയിട്ട് വരും. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ പോയി നിങ്ങളുടെ ആപ്പ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആവുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യമാണ് ഇവിടെ നമുക്ക് ഒരുങ്ങി കിട്ടുന്നത്. ഇപ്പം നമ്മൾ ജസ്റ്റ് ലൈവ് ക്ലാസ്സസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ലൈവ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ വളരെയധികം ഡ്യൂറേഷൻ ഉള്ള കാര്യമാണ്. അപ്പം എന്താണ്, നമുക്കൊരു കുഞ്ഞു പോർഷൻ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുണ്ടാവുക. അപ്പം നമ്മൾ ഈ ലൈവ് ക്ലാസ് മൊത്തം ഇരുന്ന് കാണുന്നതിന് പകരം നമുക്ക് എന്താണ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യമുള്ള ആ ഒരു പോർഷൻ ഏതാണോ അത് മാത്രമായിട്ട് നമുക്ക് പോയി കണ്ട് പഠിക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ട് റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് വേദ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് വേദ ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പം മക്കൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പം നമ്മൾ +1 എന്ന് കരുതിയിട്ട് ഉഴപ്പാൻ നിൽക്കരുത്. +1 +2 ചെല്ലുമ്പോൾ പഠിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുകയേ ചെയ്യരുത്. നമ്മൾ +1 പഠിച്ചാൽ മാത്രമേ മക്കളെ +2 നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ +1 കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ +2 നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എന്താ, എല്ലാവരും നല്ല മിടുക്കരായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.